ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഡേയ്സ് 3.0. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കറി കേട്ടോ. എന്നാൽ മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായി മുട്ട ആദ്യം പുഴുങ്ങിയെടുക്കാം. പ്രഷർ കുക്കറിൽ വെള്ളമെടുത്ത് ഉപ്പിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. കറി ഉണ്ടാക്കുന്നതിലേക്കായി സവാള, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ആവശ്യമായി വരും. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ പെരുംജീരകം ചേർക്കുക. പെരുംജീരകം പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക. പച്ചമണം മാറിയാൽ പിന്നെ സവാള ചേർക്കാം. സവാള നന്നായി വഴറ്റുക. ഉപ്പും ചേർത്ത് വഴറ്റിയാൽ സവാള വേഗം വഴഞ്ഞു കിട്ടും. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വാടിക്കിട്ടിയാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായി വാടിക്കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അടച്ചു വെച്ച് വേവിച്ചോളൂ. കറിയുടെ ഗ്രേവിക്കായി നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പ്ലെയിൻ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. കറി ഒരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നന്നായി തിളക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. കറി കൂട്ടി കഴിക്കുന്നതിലേക്കായി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കറി സിമ്മിലിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാലിന് പകരം നാളികേരം നന്നായി അരച്ചു ചേർത്തും ഈ കറി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കറി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. 2 കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അറിയാത്തവർ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സ്വാദുള്ള കറിയാണ്. അതുപോലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണേ. ഞാനിടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.